ഹലോ ഗൈസ്, നമുക്കൊന്നൊരു കാർഡ് ഉണ്ടാക്കാം. ഇത് ബർത്ത്ഡേ കാർഡായിട്ടും ആനിവേഴ്സറി കാർഡായിട്ടും അങ്ങനെ പല പല കാർഡായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ബർത്ത്ഡേ കാർഡായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തു വരുന്നത്. ഇത് കാണുമ്പോൾ ഭയങ്കര പാടാന്ന് തോന്നും കേട്ടോ, പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാട്ടോ ചെയ്യാൻ. ഞാനിത് നമ്മുടെ ചാനലിൽ ഒരു വട്ടം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് എസ്തറ്റിക് കാർഡാണ്. അപ്പം പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ അത്ര കാർഡ്സൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും പറഞ്ഞു തന്നത് നമ്മളൊരു കാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഈ പ്രോസസ്സിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എല്ലാം സിമ്പിളാണ്, നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം എന്തായാലും ഇന്ന് രാവിലെ ഇട്ട വീഡിയോ ഞാൻ ഇന്നലെ രാത്രി എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ ഈ ഭാഗത്തെ അതൊന്ന് മറയ്ക്കാനായിട്ട് ഞാൻ ഒരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാർഡ് ഉണ്ടാക്കുന്ന പേപ്പർ ഇച്ചിരി കട്ടിയുള്ളതെടുക്കാം. കാരണം എന്താ വെച്ചാൽ കീറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുറച്ച് ക്യൂട്ടാക്കാനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ ഒട്ടിക്കാനാണ് കരുതിയത്, പിന്നെ കരുതിയെന്ന ഫ്രണ്ടിൽ ഒട്ടിക്കേണ്ട, ഉള്ളിൽ ഒട്ടിക്കാമെന്ന്. അങ്ങനെ ഉള്ളിൽ ഒട്ടിക്കണം. ഇത് ഫുള്ള് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഇച്ചിരി ഡിസൈനൊക്കെ ആവാം അല്ലേ. പിന്നെ ഞാൻ കുറച്ച് ക്യൂട്ടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ക്യൂട്ട്നെസ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ജേണൽ കളർ ഇതുവരെ കമൻറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി.